ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന സീരീസാണ്, എല്ലാവരും കാത്തിരുന്ന സീരീസ് ആയിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണ്. പിന്നെ ഇന്ന് ഈ ഒരു സീരീസ് റിലീസ് ചെയ്ത് രാത്രി 12 മണിക്കായിരുന്നു റിലീസ് ചെയ്ത്. അന്ന് തന്നെ കണ്ടു. ആകെ 3 മണിക്കൂറിൻ്റെ അടുത്ത സീരീസിന് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. 174 മിനിറ്റ്, 3 മണിക്കൂറിൽ തികച്ചില്ല എന്ന് പറയാം. അതിൽ ഈ ടൈറ്റിൽ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 3 മണിക്കൂർ തികച്ചില്ല എന്ന് തന്നെ പറയാം. അപ്പം ഈ ഒരു സീരീസ് ഫസ്റ്റ് സീസൺ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് സീരീസ് കിടിലൻ സീരീസ് ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ആദ്യത്തെ മലയാളം സീരീസ് ആയിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ആദ്യത്തെ മലയാളം സീരീസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീസൺ വരുമ്പോൾ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഈ സീരീസിലെ സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനായ CPO ആയ അമ്പിളി രാജുവിൻ്റെ തിരോധാനം, അതായത് കാണാതാവുന്നതാണ്. ആ അമ്പിളി രാജുവിനെ അന്വേഷണമാണ്. അത് ഏതൊക്കെ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. 25-30 മിനിറ്റുകൾ അടങ്ങുന്ന മൊത്തം 6 എപ്പിസോഡുകളാണ് സീരീസിൽ ഉള്ളത്. അത് തന്നെ വലിയൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംവിധാനം ചെയ്തിട്ടുള്ളത് അഹമ്മദ് കബീറാണ്. അപ്പോൾ എഴുതിയിട്ടുള്ളത് ആദ്യത്തെ സീസൺ എഴുതിയിട്ടുള്ളത് ആഷിഖ് ഐമർ ആയിരുന്നു. സെക്കൻഡ് സീസൺ എഴുതിയിട്ടുള്ളത് ബാഹുൽ രമേശാണ്. ബാഹുൽ രമേശ് എനിക്ക് തോന്നുന്നു കിഷ്കിന്ധകാണ്ഡം റൈറ്റ് ചെയ്തത് ബാഹുൽ രമേശ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതാണ് ഈ സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമുക്ക് നോക്കാം. പെർഫോമൻസുകൾ എല്ലാവരും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അർജുൻ രാധാകൃഷ്ണനായിരുന്നു ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അർജുൻ രാധാകൃഷ്ണൻ നല്ല ആ ഒരു ഹൈറ്റും, ആ ഒരു പോലീസ് ഓഫീസറായുള്ള ആ ഒരു ഹൈറ്റും ഡയലോഗ്സും ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിപൊളിയായിട്ട് ആ ഒരു പോലീസ് ഓഫീസർ ആ ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സീസണിലുണ്ടായിരുന്ന അജു വർഗീസും ലാലും ഒക്കെ മറ്റൊരു പ്രധാന വേഷം ഇതിലും കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് കിടിലം പെർഫോമൻസ് ആയിരുന്നു. കുറഞ്ഞ സീനുകളെ ഉള്ളെങ്കിലും കിടിലം പെർഫോമൻസ് ആയിരുന്നു അവരുടെയൊക്കെ. നല്ല റോളായിരുന്നു. പിന്നെ കുറേ നായികൾക്ക് ഇതിൽ, പട്ടികൾക്ക് കുറേ സീനുകളുണ്ട്, അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മിസ്റ്ററി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നല്ലോണം സഹായിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇതിൽ മ്യൂസിക് എന്നുള്ളത്. മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഹിഷാം അബ്ദുൾ വഹാബാണ്. കിടിലായിരുന്നു. മ്യൂസിക് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ ടോണും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു കളർ ടോണും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. എന്നാലും പോലീസിലെ കുറേ നൂലാമാലകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സ്പൂൺ ഫീഡല്ല ഈ ഒരു സീരീസ് ഉള്ളത്. ക്ലൈമാക്സിൽ എനിക്ക് കുറച്ച് 1-2 സംശയങ്ങളല്ല, കുറച്ച് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഫസ്റ്റ് സീസൺ തന്ന ആ ഒരു കിക്ക് സെക്കൻഡ് സീസണിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒപ്പീനിയൻ ആയിട്ടുള്ളത്. ഒരു ഏവറേജിന് മുകളിലായി നിൽക്കുന്ന എബോ ആവറേജായി നിൽക്കുന്ന ഒരു സീരീസ്, കിടിലൻ സീരീസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലെങ്ത് കൊണ്ട് നല്ലൊരു സീരീസാണ്, പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റിയൊരു സീരീസാണ്. കഥ പറഞ്ഞു പോകുന്നതും ആ രീതിയും കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവം എന്താണ് അമ്പിളി രാജു എന്താണ് എന്നുള്ള ആ ഒരു സംശയം നമ്മളെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ഓരോ വഴികൾ, അതൊക്കെ രസകരമായി അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു മിസ്സിങ് കാര്യങ്ങളോ പോലെ തോന്നുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടുപോകുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാളം അടക്കം 7 ലാംഗ്വേജിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടുപോകുക. ഇതിനോടെ തന്നെ പലരും കണ്ടിട്ടുണ്ടാകും, പലരും കാത്തിരിക്കുന്ന ഒരു സീരീസ് ആണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. അപ്പം എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും